അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല. പക്ഷെ എന്നോട് ഒരാൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മെസ്സേജുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവും. അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകും. മറ്റുള്ളവരെ പരിഹസിക്കാൻ ചെലവഴിക്കുന്ന സമയം സ്വയം മെച്ചപ്പെടാൻ ചെലവഴിച്ചാൽ എല്ലാവർക്കും ഗുണം ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഞാൻ എന്തിനെ കുറിച്ചിട്ടേക്കാരം പറയുക, ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ നാളെ ബുധനാഴ്ചയാണല്ലോ. നാളെ ബുധനാഴ്ച ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു വിശ്വാസിനിയുടെ ഖുർആനിലോ സ്വഹീഹ് ഹദീസുകളിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബുധനാഴ്ച നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? നാളെ എന്നല്ല, എല്ലാ ബുധനാഴ്ച വിവാഹം കഴിക്കരുത്. പിന്നെ നമ്മൾ ലഹസ് അങ്ങനത്തതൊക്കെ നമ്മൾ നോക്കും അല്ലേ, അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. പക്ഷേ ഈ ബുധനാഴ്ച ചൊവ്വാഴ്ച അങ്ങനത്തെ ദിവസങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. ബുധനാഴ്ച വിവാഹം കഴിക്കരുത് എന്നതിന് തെളിവില്ല. യാത്ര തുടങ്ങരുത് എന്നതിന് തെളിവില്ല. പുതിയ ജോലി തുടങ്ങരുത് എന്നതിന് തെളിവില്ല. വീട് വാങ്ങരുത്, വ്യാപാരം തുടങ്ങരുത് എന്നതിനൊന്നും തെളിവില്ല. ഇത്തരം വിശ്വാസങ്ങൾ പലപ്പോഴും പ്രാദേശിക ആചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ആണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് സ്ഥാപിതമല്ല. മറിച്ച് മുസ്ലിങ്ങൾക്ക് എല്ലാ ദിവസവും വേണ്ടത് എന്താണ്? നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഇവയാണ് പ്രോത്സാഹിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ബുധനാഴ്ച ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് മതപരമായി ഉറപ്പിച്ച് പറയുന്നത് ശരിയല്ല. അതിന് വിശ്വസനീയമായ തെളിവും ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുണ്ടായിരിക്കണം. കാരണം ഇപ്പം ഞാൻ ഇന്ന് പറയാൻ കാരണം ഇന്ന് ചൊവ്വയാണല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ? ചിലരും ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. ഇസ്ലാമിൽ ചൊവ്വാഴ്ച മാത്രം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഖുർആൻ സ്വഹീഹ് ഹദീസുകളിലൊന്നും പ്രത്യേകമായിട്ട് പറയണില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കല്യാണം പരിപാടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല ദിവസമാണ് നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുന്നത്. ചൊവ്വാഴ്ച വിവാഹം കഴിക്കരുത്, അതിന് തെളിവില്ല. പുതിയ ജോലി തുടങ്ങിയത് തെളിവില്ല. യാത്ര പോകരുത് എന്നുള്ളതിന് തെളിവില്ല. വീട് പണി തുടങ്ങരുത് എന്നുള്ളതിന് തെളിവില്ല. അതൊക്കെ ഒരു വിശ്വസനീയമായ ഇസ്ലാമിക തെളിവില്ലാത്ത കാര്യങ്ങളാണ്. ഇനി നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാം പഠിപ്പിക്കുന്നത് ദിവസങ്ങളെ സ്വതവേ ഭാഗ്യമുള്ളതോ ഭാഗ്യമില്ലാത്തതോ ആയി കണക്കാക്കി തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ്. അള്ളാഹുവിൽ വിശ്വാസം വെച്ച് നല്ല കാര്യങ്ങൾ ഏത് ദിവസവും ചെയ്യാം. അതേസമയം ചില ദിവസങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക സുന്നത്തുകളുണ്ട്. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച, കാരണം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കൂടുതൽ നമസ്കാരം, അതേപോലെ കൂടുതൽ സ്വലാത്ത് ചൊല്ലൽ, സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യൽ എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഹദീസിൽ തെളിവുമുണ്ട്. അപ്പോൾ ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചൊരു വിഷയമാണ് കേട്ടോ. ചൊവ്വാഴ്ച പ്രസവിച്ചാൽ എന്തെങ്കിലും ലക്ഷണക്കേടുണ്ടോ? അത് നിർഭാഗ്യമാണോ? അങ്ങനെ പ്രസവം മരണം ഒക്കെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതാണ്. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൽ നിർഭാഗ്യമെന്നോ ഭാഗ്യമെന്നോ ഒന്നും വിശ്വാസത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതിനൊന്നും തെളിയില്ല. ഏത് ദിവസമാണെങ്കിലും അള്ളാഹു അതേ കാലം വിധിച്ചിരിക്കണത്, അപ്പോൾ അതേ നടക്കുള്ളൂ. ഏത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഏത് ദിവസമാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ സ്വഭാവമോ ഭാഗ്യമോ വിധിക്കപ്പെടുന്നില്ല. ഓരോ കുഞ്ഞും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ജീവിതത്തിലെ നന്മയും പരീക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് ജനിച്ച ദിവസമനുസരിച്ചല്ല നിശ്ചയിക്കുന്നത്. അതിനാൽ ചൊവ്വാഴ്ച ജനിച്ച കുട്ടി അങ്ങനെയൊന്നുമില്ല.
ചൊവ്വാഴ്ച ജനിച്ച കുട്ടിക്ക് നിർഭാഗ്യമുണ്ടോ ലക്ഷണക്കേടാണെന്ന് നമ്മൾ പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ജനിച്ച കുട്ടി ഇങ്ങനെ ആയിരിക്കുമെന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമുള്ളതല്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്കതിലൊന്നും യാതൊരു വിശ്വാസമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഗർഭം ധരിച്ച മുതൽ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇവർ ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന വർഷത്തിൽ പ്രസവിക്കണമെന്ന്. ആ 9 മാസം 9 ദിവസം 9 മണിക്ക് അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ. അത് അള്ളാഹു കണക്കാക്കിയതേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചത് അങ്ങനെ ആട്ടിയിട്ടാണിത് ഇങ്ങനെ ആട്ടിയിട്ടാണിത് ലക്ഷണം കെട്ട ദിവസമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ കൂടിയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മയും ആരോഗ്യവും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.